ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മതനിയമങ്ങൾ പാലിച്ചുകൊണ്ട് അത് പഠിച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും നേടിയെടുക്കുന്ന സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടാനുള്ള അധ്വാനം നമ്മളിൽ ഉണ്ടാവണം. പടച്ചറബ് നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. മനുഷ്യൻ സമൂഹത്തിൽ ഇറങ്ങി ജീവിക്കുമ്പോൾ അവൻ ജനങ്ങൾക്ക് ഉപകാരിയായി മാറേണ്ടതുണ്ട്. മനുഷ്യരുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ല മനുഷ്യനെ ചൂണ്ടിക്കാണിക്കുന്നത് ജനങ്ങൾക്ക് ഉപകാരമുള്ളവനാണ് നല്ല മനുഷ്യൻ. ഖൈറുൻ നാസി അൻഫഉഹും ലിന്നാസ്. മനുഷ്യരുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ലയാൾ ഏറ്റവും കൂടുതൽ ജനോപകാര പ്രവർത്തനങ്ങൾ ചെയ്യുന്നവനാണ്. അതിൽ എല്ലാം നന്മകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു വാക്കാണത്. മനുഷ്യൻ പരസ്പരം സഹായം ആവശ്യമുള്ളവനാണ്. നമുക്ക് പലരുടെയും സഹായം ആവശ്യമുണ്ട്. അതുപോലെ നമ്മുടെ സഹായം പലതും ജനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, വഹ്സിനു, നിങ്ങൾ ജനങ്ങൾക്ക് നന്മ ചെയ്യുക, ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ. സുഹൃതം ചെയ്യുന്ന നന്മ ചെയ്യുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. മൂസാ നബി അലൈഹിസ്സലാം മദിയൻ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് എത്തിയപ്പോൾ ആ പ്രദേശത്ത് വെള്ളത്തിനു വേണ്ടി കാത്തു നിൽക്കുന്ന രണ്ട് പെൺകുട്ടികളെ കണ്ടു. അവിടെയുള്ളവരെല്ലാം വെള്ളം ശേഖരിച്ചു പോകുന്നുണ്ട്. ഈ രണ്ട് സഹോദരിമാരെ തഴയപ്പെട്ടതുപോലെ മൂസാ നബിക്ക് ഫീൽ ചെയ്തു. അവരോട് കാര്യങ്ങൾ ചോദിച്ചു, എന്താണ് ഈ കുട്ടികൾക്ക് വെള്ളം കൊടുക്കാത്തത്? ഇവരോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇങ്ങനെ മാറി നിൽക്കുന്നത്? അപ്പോൾ അവര് പറഞ്ഞു, ഞങ്ങളെ വീട്ടിലൊരു അബൂനാ ശൈഖുൻ കബീർ, വാപ്പ വയസ്സായ ആളാണ്. വാപ്പ വന്ന് ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഇപ്പൊ വെള്ളമൊക്കെ കിട്ടി കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു. പക്ഷെ വരാൻ ആളില്ല വീട്ടിൽ നിന്ന്. ഞങ്ങൾ രണ്ട് പെൺകുട്ടികളാണ് വീട്ടിൽ നിന്ന് വന്നത്. മൂസാ നബി അങ്ങോട്ട് കയറി ചെന്ന് അവരെ വേഗത്തിൽ അവിടുന്ന് ഒഴിവാക്കി കൊടുക്കാൻ വേണ്ടി വെള്ളം കോരി കൊടുത്ത് ഒഴിച്ച് അവരെ അവിടുന്ന് ഒഴിവാക്കി വിടുന്ന രംഗം ഖുർആന്റെ ഇടയിൽ ചരിത്രത്തിൽ പറയുന്നുണ്ട്. അപ്പൊ അവിടെ ഒരു സാഹചര്യത്തിൽ ഞാനൊരു മനുഷ്യൻ, എന്റെ എന്ത് സഹായമാണ് അവിടെ ആവശ്യമെങ്കിൽ അത് കണ്ടറിഞ്ഞ് ചെയ്യാൻ അന്നൊരു മനസ്സ് കാണിച്ചിട്ടുണ്ട് എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകത്വം കിട്ടിത്തുടങ്ങിയ ആദ്യ നാളുകളിൽ വഹീന്റേതായ പ്രയാസങ്ങൾ അനുഭവിച്ച് പേടിച്ച് വിറച്ച് വീട്ടിലെത്തിയപ്പോ ഖദീജ ബീവി ആശ്വസിപ്പിച്ചു പറഞ്ഞത്, വഹീ കിട്ടിയത് മുതലല്ല, വഹീന്റെ മുമ്പ് നബിന്റെ സ്വഭാവങ്ങൾ എന്തായിരുന്നു പറയാൻ. നബിയെ, നിങ്ങൾ വിഷമിക്കരുത്, നിങ്ങൾ പേടിക്കരുത്. ഇന്നക ലതസിലുർ റഹം, നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കുന്നവനാണ്. വതസ്ദുഖുൽ ഹദീസ്, സംസാരിക്കുമ്പോൾ സത്യം പറയുന്നയാളാണ്. വതഹ്മിലുൽ കല്ല്, പ്രയാസപ്പെടുന്നവന്റെ പ്രയാസം ചുമലിലേറ്റുന്ന ആളാണ്. പാവങ്ങളുടെ അത്താണിയാണ് നിങ്ങള്. വതക്സിബൽ മഅദൂം, ഇല്ലാത്തവന് ഉണ്ടാക്കി കൊടുക്കുന്നവനാണ് താങ്കൾ. ഫവല്ലാഹി ലാ യുഖ്സീകല്ലാഹു അബദാ, പടച്ചോനാണ്, അല്ലാഹ് നിങ്ങളെ കൈവിടൂല. ഇത് ഖദീജ ബീവി പറഞ്ഞു കൊടുക്കണം. അങ്ങനെ നമ്മളെ കുറിച്ച് പറയാൻ ഒട്ടനേകം നന്മകളുടെ വക്താക്കളായി നമുക്ക് മറ്റുള്ള ആളുകളെ സഹായിക്കാൻ കഴിയാവുന്ന മേഖലകളിലൊക്കെയുള്ളത് ആവശ്യമാണ് എന്നർത്ഥം. അസ്സാഇ അലൽ അർമല വൽ മിസ്കീൻ കൽ മുജാഹിദു ഫീ സബീലില്ലാഹ്, വിധവകളെയും മിസ്കീനുകളെയും സഹായിക്കുന്നവൻ യുദ്ധക്കളത്തിലെ യോദ്ധാവിന്റെ പ്രതിഫലമാണ്. കൽ മുജാഹിദ് ഫീ സബീലില്ലാഹ്. നമ്മൾക്ക് ലിസ്റ്റ് വേണം. നമ്മുടെ കയ്യിൽ നമ്മുടെ നാട്ടിലെ ഇല്ലാത്തവന്റെ ആവശ്യക്കാരന്റെ ആവശ്യങ്ങൾ അറിയണം. 10 രൂപ കൊണ്ട് പരിഹരിക്കാവുന്ന ആവശ്യങ്ങളുണ്ട്, 10,000 കൊണ്ട് പരിഹരിക്കാവുന്ന ആവശ്യങ്ങളുണ്ട്, 10 കോടി കൊണ്ടും പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ നാട്ടിലുണ്ട്. എന്നെ കൊണ്ട് ഇതിൽ എന്തു ചെയ്യാൻ പറ്റും? നമ്മളൊക്കെ സ്വതക്ക ചെയ്യുക, പുണ്യം ചെയ്യുക എന്ന് പറയുമ്പോൾ വലിയ വലിയ ആയിരങ്ങൾ മാത്രം ചിന്തിക്കുന്ന ആളുകളുണ്ട്. അല്ല, ചെറിയ എമൗണ്ട് കൊണ്ടും ചെറിയ സഹായം കൊണ്ടും നമുക്ക് പല നന്മകളിലും പങ്കാളികളാവാൻ പറ്റും. കേരള ടീച്ചേഴ്സ് കോൺഫറൻസുമായി ബന്ധപ്പെട്ട ഭക്ഷണത്തിന്റെ ചുമതലയുണ്ടായിരുന്ന സമയത്ത് അതിന് വേണ്ടി ഫണ്ട് കളക്ട് ചെയ്യാൻ വേണ്ടി ഒരു മെസ്സേജ് ഷെയർ ചെയ്തു.
പ്രോഗ്രാം കഴിഞ്ഞിട്ടാണ് പല ആളുകളും ആ മെസ്സേജ് കണ്ടത്. പ്രോഗ്രാമിന്റെ ഒരാഴ്ച മുമ്പാണ് ഷെയർ ചെയ്തത്, പക്ഷേ പ്രോഗ്രാം കഴിഞ്ഞിട്ടാണ് പലരും പ്രോഗ്രാം കണ്ടത്. അപ്പൊ നമ്മൾ വിചാരിച്ചു ഇനി ഒരിക്കലും ആരും സഹായിക്കില്ല, ആരും ഇനിയിപ്പോ പരിപാടി കഴിഞ്ഞില്ലേ, ഇനി ആരപ്പോ ഇതിനെ സഹായിക്കാം. 3 വ്യക്തികൾ വിഷമത്തോടെയാണ് അവർ സംസാരിച്ചത്. പരിപാടി കഴിഞ്ഞു, എനിക്കിത് ഇതിലൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, ഞാൻ എന്തെങ്കിലും ചെയ്യട്ടെ, ഇനി പൈസ തന്നാൽ സ്വീകരിക്കുവോ? അതോ അവരുടെ ആ ഒരു മൈൻഡ് സെറ്റോടുകൂടിയാണ് അവർ കാണുന്നത്. എന്നിട്ട് അവരോട് കാര്യങ്ങൾ പറഞ്ഞു, ഇന്ന ഇത്രത്തിന് ഷോർട്ട് ഉണ്ട്, ഇനി ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചെയ്യാം, എന്തായാലും ഞാനത് വിചാരിച്ചതാണ് എന്ന് പറഞ്ഞ് അവരെ അതിലേക്ക് സഹായിക്കാം. അപ്പൊ നോക്കിങ്ങള്, അപ്പോ ഒരു വേണമെങ്കിൽ ഒഴിവ് പറയാമായിരുന്നു, പരിപാടി കഴിഞ്ഞു എന്ന് പറയാമായിരുന്നു അവർക്ക്. പക്ഷെ അതൊക്കെ എന്നാലും എന്റെ ഒരു വിഹിതം അവിടെ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നു എന്ന മനസ്സുള്ള ആ ഒരു സ്വഭാവം ഉണ്ടല്ലോ, അത് വല്ലാത്തൊരു നിലനിർത്തേണ്ടുന്ന നന്മയാണ്. അല്ലാഹു നമ്മുടെ മനസ്സിന്റെ ഏറ്റവും നല്ല ശുദ്ധീകരണം, ഏറ്റവും നല്ല ഇഖ്ലാസ് നിലനിർത്തി നൽകുമാറാകട്ടെ. അപ്പോ ഈ വന്ന ആ ഒരു വിഷയത്തിൽ ഹദീസിൽ വന്ന വാക്ക് കാണാൻ സാധിക്കും. നമ്മളൊരാളെ സഹായിച്ചാൽ എന്താണ് ഇപ്പൊ അതുകൊണ്ട് കിട്ടുന്ന നേട്ടം? അത് ഒരിക്കലും നമ്മുടെ ആളുകളെ സഹായിക്കുന്നതിന്റെ നേട്ടം ഒരിക്കലും ജനങ്ങളിൽ നിന്നുള്ള ഒരു നോട്ടം, ഒരു ചിരി, ഒരു സന്തോഷം, അവരൊരു പ്രശംസ അതായി മാറാതിരിക്കാം. നീ ഒരാളെ സഹായിക്കുന്നുണ്ടോ, അള്ളാഹു നിന്നെ ആ കാലം വരേക്കും സഹായിച്ചുകൊണ്ടേയിരിക്കുന്നു. നീ ഒരാളുടെ കുർബത്ത് മാറ്റിക്കൊടുക്കുന്നുണ്ടോ, അള്ളാഹു നിന്റെ പ്രയാസം ദുനിയാവിലും പരലോകത്തിലും മാറ്റിത്തരുന്നു. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സൽക്കർമ്മം ഒരു മുസ്ലിമിന്റെ മനസ്സിൽ സന്തോഷം ഉണ്ടാക്കലാണ്. നമ്മളെ കൊണ്ടൊരു മുസ്ലിമിന്റെ മനസ്സിൽ ഒരു സന്തോഷം കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ കാര്യം ചെയ്തത്. അല്ലെങ്കിൽ ഒരു മുസ്ലിമിന്റെ പ്രയാസം മാറ്റാൻ നിനക്ക് കഴിയുന്നുണ്ടോ? അല്ലെങ്കിൽ അവനെ ബാധിച്ചിരിക്കുന്ന ഒരു കടത്തിൽ നിന്ന് മോചനം കൊടുക്കാൻ നിന്നെ കൊണ്ട് കഴിയുന്നുണ്ടോ? അല്ലെങ്കിൽ വിശന്ന് വലഞ്ഞ മനുഷ്യന്റെ ഒരു നേരത്തെ വിശപ്പ് മാറ്റാൻ നിന്നെ കൊണ്ട് കഴിയുന്നുണ്ടോ? മദീന പള്ളിയിൽ 40 ദിവസം ഇരിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം നാട്ടിലെ ഒരു മനുഷ്യന്റെ പ്രയാസത്തിൽ നീ ഇറങ്ങി പ്രവർത്തിക്കലാണ്. മദീന പള്ളിയിൽ 40 ദിവസം ഇരിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം ജനങ്ങളിൽ ഒരാളുടെ വിഷമം മാറ്റിക്കൊടുക്കാൻ നീ പുറത്തിറങ്ങി നടക്കലാണ്. എന്നിട്ട് ആധുനികരായ മഹാപണ്ഡിതന്മാർ അവർ പറയണ ഇന്നത്തെ കാലത്തും നമുക്ക് ചെയ്യാൻ പറ്റുന്ന നന്മകളുണ്ട്. വസ്ത്രമില്ലാത്തവർക്ക് നമുക്ക് വസ്ത്രം കൊടുക്കാം. തെരുവുകളിൽ, വഴിയോരങ്ങളിൽ, അനാഥാലയങ്ങളിൽ ഉടുപ്പില്ലാത്ത ഒരു വസ്ത്രം പഴയത് കിട്ടിയാൽ ചിലരൊക്കെ വീട്ടിൽ വരാറുണ്ട്. നിങ്ങൾ ഉപയോഗിച്ചിരുന്ന പഴയ ഡ്രസ്സ് തരാൻ പറ്റുമോ? എന്തിനാ? പണിക്കൊക്കെ പോകുമ്പോഴാലോ, ജോലിക്കൊക്കെ പോകുമ്പോൾ ടാപ്പിംഗ് തൊഴിലാളികൾ, മറ്റു കൃഷിപ്പണികളൊക്കെ ചെയ്യുന്ന ആൾക്കാർ, അവർക്ക് പഴയത് കിട്ടിയാൽ വലിയ കാര്യമാണ്. ചിലപ്പോൾ വീട്ടിൽ ചില സ്ത്രീകൾ വരും, അവർ വന്നിട്ട് ഇതേപോലെ വീട്ടിൽ ഉപയോഗിക്കാത്ത എന്തെങ്കിലും ഡ്രസ്സുകളുണ്ടോ, അരി തരുമോ, തേങ്ങ തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് പാവപ്പെട്ട അവരുടെ കുടുംബത്തിന്റെ ദയനീയ അവസ്ഥ കൊണ്ടിരിക്കും അങ്ങനെയൊക്കെ ചോദിച്ചു വരുന്നത്. ഒരു വസ്ത്രം കൊടുക്കാൻ ഈ കാലത്ത് നിനക്ക് കഴിഞ്ഞാൽ കാര്യമാണ്. വഴിയാദത്തുൽ മരീദ്, ഒരു രോഗിനെ സന്ദർശിക്കാൻ കഴിഞ്ഞാൽ, വിവരമില്ലാത്തൊരു മനുഷ്യന് വിവരം, ഒരു വിദ്യാഭ്യാസം കൊടുക്കാൻ നിനക്ക് കഴിഞ്ഞാൽ, ഒരു നല്ല കാര്യത്തിന് നീ ഒരു റെക്കമെൻഡ് പറഞ്ഞാൽ ഒരു വലിയ കാര്യം നടക്കും. അയാളെ നിനക്കല്ല പരിചയം, നീ ഒന്ന് റെക്കമെൻഡ് ചെയ്താൽ ആ പണി നടക്കുമെങ്കിൽ അത് ഖൈർ, അത് വലിയ നന്മയാണ്. പാപങ്ങളെ മുൻപിലേക്ക് പരിഗണിക്കുക, പ്രായം കൂടിയവരെ പരിഗണിക്കുക. വഴിയറിയാത്ത ഒരാൾക്ക് വഴി ചോദിക്കുമ്പോൾ ശരിയായ വഴി കാണിച്ചു കൊടുക്കുക. നഷ്ടപ്പെട്ട കുട്ടിയെ തിരിച്ചു കിട്ടി ഇല്ല കേട്ടിട്ടുണ്ടാവുമല്ലോ, അതേപോലെ നഷ്ടപ്പെട്ട കുട്ടികളെ കാണാതെയാകുമ്പോൾ അവരെ തിരഞ്ഞു പിടിക്കാൻ വ്യഗ്രത കാണിക്കുക. അങ്ങനെ നിനക്ക് ചെയ്യാൻ ഒട്ടനേകം നന്മകളുണ്ട്. നീ മരിച്ചാലും നിനക്ക് തീരാത്ത പുണ്യം ലഭിക്കുന്ന, നിന്നെ കുറിച്ച് ഓർക്കാവുന്ന പുണ്യങ്ങളുമായി നീ ജനങ്ങളുടെ ഇടയിൽ തന്നെ ഇറങ്ങി പ്രവർത്തിച്ച് ഞാനൊന്നുമില്ല,
ഞാൻ നിസ്കരിക്കുക, ഞാനിങ്ങനെ ഇങ്ങനെ മതപരമായ ഫിഖിയായ കാര്യങ്ങളൊക്കെ പറയാണ്ട് അങ്ങനെ പോവുക. ഹദീസ് പറഞ്ഞ വാക്കാണേ, ജനങ്ങളിൽ ഇറങ്ങി കൂടിക്കലരുകയും വയുസ്ബിറു, എന്നിട്ട് അവിടെ ഉണ്ടാകുന്ന അപ്പൊ സ്വാഭാവികമായിട്ട് കുറെ പ്രയാസങ്ങൾ ഉണ്ടാവും. വയുസ്ബിറു, എന്നിട്ട് അവൻ അതിൽ ക്ഷമിക്കുകയും ചെയ്യുന്നതാണ് ജനങ്ങളിൽ ഇറങ്ങാതെ ഇരിക്കുന്നവനേക്കാൾ ഉത്തമമായവൻ. നീ എന്താ ഒന്നിനും ഇറങ്ങാത്ത? അതൊക്കെ ഒരുപാട് ചോറയാണ്. നീ എന്താ അതിലൊന്നും വരാത്ത? അതൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം. ആളുകൾക്ക് പലതരം അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ ആ കാര്യങ്ങളെ ക്ഷമയോടെ നേരിടുന്നതാണ് ജനങ്ങളിൽ ഇറങ്ങാതെ ഇരിക്കുന്നവനേക്കാൾ ഉത്തമനായ വ്യക്തി എന്നാണ് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത്. അള്ളാഹു നമുക്ക് നാഫിയായ ഒരുപാട് അറിവ് പ്രദാനം ചെയ്യുമാറാകട്ടെ.